അപ്പോൾ ഒരു ഓണക്കാലം കൂടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സമയത്താണ് നമ്മൾ വിലക്കുറവൊക്കെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? നമ്മൾ ഇന്ന് അത്തമാണ്, ഇന്നേക്ക് 10ാം നാൾ തിരുവോണമാണ്. അപ്പോൾ ഓണം കെങ്കേമമാക്കാൻ സർക്കാരും പരമാവധി ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നടത്തുന്നുണ്ട്. ഓണക്കാലത്ത് ആശ്വാസമായി സംസ്ഥാനത്ത് വീണ്ടും വെളിച്ചെണ്ണ വില കുറഞ്ഞു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. സപ്ലൈകോ വഴി 445 രൂപയ്ക്ക് നൽകിയിരുന്ന കേര വെളിച്ചെണ്ണയുടെ വില 429 രൂപയായി കുറച്ചു. 349 രൂപ ഉണ്ടായിരുന്ന ശബരി വെളിച്ചെണ്ണ 339 രൂപയ്ക്കും ലഭിക്കും. ഓണവിപണി ലക്ഷ്യമിട്ട് കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ ഓണക്കാലത്ത് വെളിച്ചെണ്ണ വിലയിലുണ്ടായ വലിയ വർധനവ് സാധാരണക്കാരെ സാരമായി ബാധിച്ചു. ഒരു മാസം മുമ്പ് 500 കടന്ന വെളിച്ചെണ്ണ വിലയിലാണ് ഇപ്പോൾ ഇടിവുണ്ടായിരിക്കുന്നത്. ഓണക്കാലത്ത് ആശ്വാസമായി സിവിൽ സപ്ലൈസ് വഴി വിതരണം ചെയ്യുന്ന കേര, ശബരി വെളിച്ചെണ്ണയുടെ വില കുറച്ചാണ് സർക്കാർ ഇതിന് പരിഹാരം കണ്ടത്. കേരളത്തിൽ പ്രധാനമായും കൊപ്ര എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. വെളിച്ചെണ്ണ വിൽപ്പന കുറഞ്ഞതും വൻകിട കമ്പനികൾ നേരിട്ടുള്ള വിപണി വാങ്ങലിൽ നിന്ന് വിട്ടുനിന്നതും തമിഴ്നാട് വിപണിയിൽ കൊപ്രവില ഒറ്റയടിക്ക് കുറയാൻ കാരണമായി. 55 മുതൽ 60 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. പച്ചത്തേങ്ങയുടെ വിലയിലും മാറ്റമുണ്ടായി. കിലോയ്ക്ക് 80 രൂപ വരെ എത്തിയ ചില്ലറ വിൽപ്പന വില 57 രൂപ വരെ താഴ്ന്നു. കൂടാതെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപാദനം കൂടിയതും വില കുറയാൻ കാരണമായി. സപ്ലൈകോയിൽ ലിറ്ററിന് 339 രൂപയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാണ്. സബ്സിഡിയേതര വെളിച്ചെണ്ണ 389 രൂപയ്ക്കും ലഭിക്കും. നേരത്തെ ശബരി വെളിച്ചെണ്ണയുടെ വില സബ്സിഡി നിരക്കിൽ 349 രൂപയും സബ്സിഡിയിതര നിരക്കിൽ 429 രൂപയുമായിരുന്നു. എന്നാൽ ശബരി വെളിച്ചെണ്ണയുടെ വില 349 നിന്ന് 329 കുറച്ചു. 445 രൂപയ്ക്ക് വിറ്റിരുന്ന കേര വെളിച്ചെണ്ണ ഇന്നു മുതൽ 429 രൂപയ്ക്ക് ലഭിക്കും. കേരഫെഡിൻ്റെ വെളിച്ചെണ്ണ കൊടുത്തിരുന്ന സപ്ലൈകോ കടയിൽ 445 രൂപ ഉണ്ടായിരുന്നതിന് 429 രൂപയിലേക്ക് വില താഴ്ത്തുകയുണ്ടായി. മറ്റു വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ 349 രൂപ ഉണ്ടായിരുന്നത് 339 രൂപയായി കുറച്ചു ശബരി വെളിച്ചെണ്ണ. അത് ജനങ്ങൾക്ക് കുറെ ആശ്വാസം പകരാൻ വേണ്ടിയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് സർക്കാരിന്റെ ഓണച്ചന്തകൾ ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ ഓണക്കാലത്ത് 300 കോടിയുടെ വിറ്റുവരവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.